ആയിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഇന്ന് ഹല്ലേലൂയ ആശംസ അറിയിക്കുന്നു. I thank the Lord for this day, and I welcome and greet everyone who has come into the service in the name of our Lord Jesus Christ, who is coming soon. ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്ന ദിവസത്തിലായിരിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമെന്ന് കാണുവാനിടയായിത്തീരുന്നു. We read from the scriptures that a day spent in your courts is better than 1,000 elsewhere. പ്രതിയാൽ ഇന്ന് ലോകം മുഴുവനും ഈസ്റ്ററായിട്ട് ആഘോഷിക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ യേശു കർത്താവ് വർഷത്തിൽ ഒരിക്കലായിട്ട് ജനിക്കുകയും മരിക്കുകയും അടക്കപ്പെടുകയും ചെയ്യുന്ന കർത്താവല്ല. യേശു എന്നേക്കും നമുക്ക് വേണ്ടി അല്ലെങ്കിൽ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Today the world is celebrating Easter, but we need to remember that our Lord Jesus Christ was not just born one day of the year, died one day of the year, but rather he is staying at the right hand of the Father God and mediating for us throughout the year. ഞായറാഴ്ച മാത്രമല്ല, ഈസ്റ്ററിന് മാത്രമല്ല ദൈവത്തെ ആരാധിക്കേണ്ടത്. ഹല്ലേലൂയ, എല്ലാ ദിവസവും ദൈവത്തെ ആരാധിക്കുവാൻ സ്തുതിക്കുവാൻ ഇടയായിത്തീരണം. ദൈവമക്കൾ ഒരുമിച്ച് കൂടുമ്പോൾ ആ സന്തോഷം ഒരു ബലമായി തീരുവാനിടയായിത്തീരും. We should not be worshiping the Lord merely for one day of the week or one day of the year, but rather each time when children of God are gathered together, we should be praising and worshiping him. ഇന്ന് നമ്മൾ വായിച്ച സങ്കീർത്തനം 16-ാം സങ്കീർത്തനമാണ്. വേദപുസ്തകത്തിലെ മൂന്നാമത്തെ മസിഹ സങ്കീർത്തനമാണ് 16-ാം സങ്കീർത്തനം. ദാവീദ് അത് രേഖപ്പെടുത്തുവാനിടയായി തീർന്നു. Today we have read from Psalm 16, which is regarded as the third messianic psalm, and it has been written by David. യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് താൻ ഏറ്റപ്പെട്ട കഷ്ടപ്പാട് ബുദ്ധിമുട്ടുകളും ക്രൂശിലെ മരണവും അല്ലെങ്കിൽ കാലങ്ങൾക്ക് മുൻപേ ദാവീദ് സങ്കീർത്തനത്തിൽ കൂടെ വിവരിക്കുവാനിടയാക്കി തീർത്തു. Here we see King David prophetically describing the passion and tribulations of the Christ many years before it actually happened. അതിന്റെ 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. Let's go to verses 1 and 2, please. ദൈവമേ, ഞാൻ നിന്റെ ശരണമാക്കിയിരിക്കാൻ എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. Preserve me, O God, for in you I put my trust. O my soul, you have said to the Lord, you are my Lord. My goodness is nothing apart from you. നമ്മുടെ ജീവിതത്തിലെ ശരണമാക്കുവാന് ആശ്രയിക്കുവാൻ ഒറ്റ വ്യക്തി മാത്രമേ ഈ ലോകത്തിൽ ഉള്ളൂ. അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. There is only one person we can put our refuge on and we can put our confidence in, which is our Lord Jesus Christ. അത് മനസ്സിലാക്കിയ ദാവീദ് പറയാണ്, നീ എൻ്റെ രാജാവാണ്, നീ എൻ്റെ ദൈവമാണ്, ഞാൻ നിന്നെ ശരണമാക്കുന്നു. And that is why King David says, you are my king and I put my faith in you. അതോട് പറയും, നീ എന്നെ കാത്തുകൊള്ളുമാറാകണം. അടുത്ത വാക്യം വായിക്കുന്നത്, നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ല. നമ്മുടെ ജീവിതത്തിലെ എല്ലാ നന്മയ്ക്കും ഉത്തരവാദി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മാത്രമാണ്. And that is why King David says, preserve me, O God, for in you I put my trust. And then he continues in the next verse, you are my Lord, my goodness is nothing apart from you. So we have to realize that our goodness in life is nothing apart from the Lord. ലോകത്തിലെ നന്മകൾ പലപ്പോഴും അല്പകാലത്തേക്ക് മാത്രമേ കാണത്തുള്ളൂ, നീങ്ങിപ്പോകുന്നതാണ്, മാറിപ്പോകുന്നതാണ്. എന്നാൽ ദൈവത്തിലുള്ള നന്മ അനുഗ്രഹമുണ്ടല്ലോ, അത് നിലനിൽക്കുന്നത് കാണുവാനിടയായിത്തീരും. The goodness that you see in the world around you is temporary and it can be turned into dust in one moment, but the goodness that comes from the Lord is permanent. അതിന്റെ 3-4 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. Let's go to verses 3 and 4, please. ഭൂമിയിലെ വിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും. അവരുടെ രക്തപാനീയങ്ങളെ ബലികളെ ഞാൻ അർപ്പിക്കുകയില്ല, അവരുടെ നാമങ്ങളെ എൻ്റെ നാവിന്മേൽ എടുക്കുകയുമില്ല. As for the saints who are on the earth, they are the excellent ones, in whom is all my delight. Their sorrows shall be multiplied who hasten after another God. Their drink offerings of blood I will not offer, nor take up their names on my lips. മൂന്നാമത്തെ വാക്യത്തിൽ കാണുന്നത് ഭൂമിയിലെ വിശുദ്ധന്മാരുണ്ട്, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ദൈവം ഹല്ലേലൂയ അംഗീകരിച്ച ആൾക്കാരുണ്ട്. അവരാണ് ദൈവത്തിലെ വിശുദ്ധന്മാരെന്ന് കാണുവാനിടയായിത്തീരുന്നത്. In verse 3 we see that there are people on this earth whom the Lord has accepted, and they are described as the saints. അത് ശ്രേഷ്ഠന്മാർ തന്നെ എന്ന് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നു. And the scriptures we read that the Lord considers his saints to be the excellent ones in the earth. നാലാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഹല്ലേലൂയ ദാവീദ് രാജാവാണെങ്കിൽ പറയുകയാണ്, അനേക ദൈവങ്ങൾ ഈ ലോകത്തിലുണ്ട്, അന്യ ദൈവങ്ങളെ ആരാധിക്കുന്നവരുടെ വേദനകൾ വർദ്ധിക്കുവാനിടയായിത്തീരുമെന്ന്. In verse 4 King David says, their sorrows shall be multiplied who hasten after another god. നമുക്ക് ആരാധിക്കുവാനും സ്തുതിക്കുവാനും പറ്റിയ ഒറ്റ ദൈവമേ ഉള്ളൂ, അത് യേശു കർത്താവ് മാത്രമാണ്. There is only one God worthy of praise and our worship, which is the Lord Jesus Christ. ആ ദൈവത്തിന് മുൻപാകെയാണ് എല്ലാ മുഴങ്കാലും മടങ്ങുവാനും യേശു കർത്താവെന്ന് വാഗൊണ്ട് ഏറ്റു പറയുന്ന ഒറ്റ നാമമേ ഉള്ളൂ. ഹല്ലേലൂയ, അത് യേശു കർത്താവിന്റെ നാമമാണ്.
And that is the name of the Lord Jesus Christ, before whom all knees shall bow, and they will confess whether they like it or not that he is Lord. ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്ന ആകാശഭൂമി ഒഴിഞ്ഞു പോകും, ഒഴിഞ്ഞു പോകാത്ത ദൈവത്തിന്റെ വചനവും മാറ്റമില്ലാത്ത വചനമാണ്. ഈ വചനം എന്നേക്കും നിലനിൽക്കുന്നത് മാത്രമാണ്. We read in the scriptures that the earth and heaven may pass away, but the scriptures that I've written shall never pass away. ലോകത്തിലെ ദൈവങ്ങൾക്ക് രക്തപാന ബലികളെ അർപ്പിക്കുവാൻ ഇടയായി തീരണം. അങ്ങനെയുടെ നാവിന്റെ പേര് പോലും നമ്മുടെ നാവിന്മേൽ എടുക്കുവാൻ ഇടയായി തീരരുത്. The so-called gods of this world often require drink offerings of blood, and we should be careful not even to take up their names on our lips. നമ്മുടെ ദൈവം സ്തുതികളിന്മേൽ വസിക്കുന്ന ദൈവമാണ്. Our Lord abides on the praise of our സർവശക്തനും സർവവ്യാപിയുമായ ദൈവമാണ്. He's all powerful and all pervading. അവനെ ഒരിടത്ത് ഒതുക്കി വെക്കുവാനോ പരിമിതിക്കുള്ളിൽ നിർത്തുവാനോ നമ്മുടെ ദൈവത്തിന് കഴിയത്തില്ല. അവൻ ഭൂമിയിൽ മുഴുവനും നിറഞ്ഞിരിക്കുന്ന ദൈവമാണ്. You cannot limit him to a location. He is filled throughout this world. ലോകത്തിന്റെ ഏത് അറ്റങ്ങളിലോ എവിടെ മൂലയിലോ എവിടെ ഇരുന്ന് ദൈവത്തെ വിളിച്ചാലും ആ കേൾക്കുന്ന ഒരു ദൈവം മാത്രമേ ഉള്ളൂ. അതെന്റെ യേശു കർത്താവാണ്. മറ്റ് ദൈവങ്ങളുടെ അടുക്കിലേക്ക് നമ്മൾ കടന്നു പോകണം. എന്നാൽ നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത നമ്മുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ ആവശ്യങ്ങളെ ആഗ്രഹങ്ങളെ അറിഞ്ഞ് നമ്മുടെ കണ്ണുനീരിനെ ഒപ്പിയെടുക്കുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് പൽക്കാലം ഞാനും നിങ്ങളും ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നത്. No matter where you call upon the Lord, even in the remotest corner of the world, the Lord is capable of coming down to you rather than you seeking him out. അഞ്ചാമത്തെ വാക്യം നോക്കാം. Let's go to verse 5, please. എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാകുന്നു. നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. O Lord, you are the portion of my inheritance and my cup. You maintain my lot. വീണ്ടും ദാവീദ് പറയുന്നത് എൻ്റെ അവകാശത്തിനെ പാനപാത്രത്തിനെ പങ്ക് യഹോവയാകുന്നു എന്ന്. King David says again, you are the portion of my inheritance and my cup to the നീ Lord. എനിക്കുള്ള ഓഹരി പരിപാലിക്കുവാനിടയായി തീരും. ലോകത്തിൽ നമുക്കറിയാം, ഹല്ലേലൂയ, ഷെയർ മാർക്കറ്റ് ഉണ്ട്, ഓഹരികളൊക്കെ ഉണ്ട്. അത് കൂടിയും കുറഞ്ഞിരിക്കും. അനേകം ആൾക്കാരാണ് അത് നിക്ഷേപിച്ചിട്ട് ഹല്ലേലൂയ പൈസ ലഭിക്കാതിരിക്കുമ്പോൾ ആത്മഹത്യയിലേക്കൊക്കെ നഷ്ടപ്പെട്ടു പോയി കഴിയുമ്പോൾ ആത്മഹത്യയിലേക്കൊക്കെ ആൾക്കാർ പോകാറുണ്ട്. എന്നാൽ നമ്മുടെ ഓഹരി കർത്താവായി കഴിഞ്ഞാലുണ്ടല്ലോ അവസാനത്തോളം വഴി നടത്തുവാൻ ശക്തനായ ദൈവമാണ്. Here King David says, you maintain my lot or my investment. When many people lose their money in the share market, they often contemplate suicide, but the Lord is capable of protecting our lot and keeping us safe. എല്ലാ കാലത്തും ആശ്രയിക്കുവാൻ കഴിയുന്ന, ഹല്ലേലൂയ, നമ്മുടെ ഓഹരി, നമ്മുടെ ട്രസ്റ്റ് മുഴുവനുമായി പരിമേൽപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ എന്ന് സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുകയാണ്. അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. There is only one person we can repose our trust in and who is capable of protecting us at all times, and that is our Lord. ഏഴാമത്തെ വാക്യം നമുക്ക് നോക്കാം. Let's go to verse 7, please. എനിക്ക് ബുദ്ധി ഉപദേശിച്ചെന്ന യഹോവയെ ഞാൻ വാഴ്ത്തും. രാത്രികാലങ്ങളിലും എൻ്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു. I will bless the Lord who has given me counsel. My heart also instructs me in the night seasons. ദാവീദ് വീണ്ടും പറയുകയാണ്, എനിക്ക് രാജാവാണെങ്കിലും ബുദ്ധി പറഞ്ഞു തരുവാൻ മന്ത്രിസഭകളും ആൾക്കാരൊക്കെ ഉണ്ട്. എന്നാലും അതിലുപരിയായി എനിക്ക് സ്വർഗീയ ആലോചന ബുദ്ധി പറഞ്ഞു തരുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ വാഴ്ത്തുകയാണ്. Here David says, even though I have many people, many ministers and servants who are capable of giving me good advice, I will bless the Lord who gives me counsel. ഈ ലോകത്തിലുള്ള അനേകം പേരുടെ ബുദ്ധി അഫലമായി പോകുമ്പോൾ, മറിഞ്ഞു പോകുമ്പോൾ, മാറിപ്പോകുമ്പോൾ ഓരോ ദിവസവും നമുക്ക് ബുദ്ധിയും ആലോചനയും പറഞ്ഞ ദൈവത്തിന് കരങ്ങളിൽ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. Let us praise the Lord who gives us good counsel even when earthly counsel and advice fails us. അത് മാത്രമല്ല, രാത്രി കാലങ്ങളിലും എൻ്റെ അന്തരംഗം എന്നെ ഉപദേശിച്ചുകൊണ്ടിരിക്കും. And not just that, my heart also instructs me in the night seasons. രാത്രി നമ്മൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ ഹൃദയം നമ്മൾ പ്രാർത്ഥിച്ച് കിടന്ന് ഉറങ്ങുന്നുവെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തരംഗത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുവാൻ ഇടപെടുവാനും ഇടയായിത്തീരും. When we go to bed, when we pray and go to bed, then the Lord will instruct us and give us His peace. അതുമാത്രമല്ല, എന്നെ ഓരോ ദിവസവും ഉപദേശിച്ച് ഞാൻ പോകേണ്ട വഴി ദൈവം എന്നെ കാണിച്ചു തരുവാനിടയായിത്തീരും. And then the Lord will instruct you and guide you in the way that you should go. അതിൻ്റെ 9ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരാം. Let's go to verse 9, please. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു. എൻ്റെ ജഡവും നിർഭയമായി വസിക്കും. Therefore my heart is glad and my glory rejoices. My flesh also will rest in hope. ദാവീദ് പറയുകയാണ്, തനിക്ക് രാജ്യഭാരമുണ്ട്, അനേക കാര്യങ്ങൾ, തൻ്റെ ബുദ്ധിമുട്ട് പ്രയാസമൊക്കെ ഉണ്ട്. എന്നാൽ രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് തന്നോട് സംസാരിച്ച് കഴിയുമ്പോൾ അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സ് ആനന്ദിക്കുവാനിടയായിത്തീരും. Here King David says, even though I have many burdens and yokes above me, when I pray to the Lord, my heart is glad, and my glory rejoices. കാലം ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ദൈവമൊക്കെ ഓർപ്പിക്കാനുള്ളത്, പലവിധമാകുന്ന ആകുലങ്ങളും വിഷമങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. എന്നാൽ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ
അതൊക്കെ മറന്നിട്ട് ദൈവത്തെ സ്തുതിക്കുന്നത്, ദൈവത്തെ ആരാധിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരും. Today, I want to remind you, a child of God, that you may be going through many diseases, trials and tribulations, but when you place it on the Lord's presence, then He will give you His peace. അതുകൊണ്ട് ദാവീദ് പറയാണ്, എൻ്റെ ജഡവും നിർഭയമായി, ഹല്ലേലൂയ, ഭയമില്ലാതെ ദൈവസ്ഥനിൽ വസിക്കുവാനിടയായി തീരുമെന്ന്. And that is why King David says, my flesh also will rest in hope. 10ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. For you will not leave my soul in Sheol, nor will you allow your Holy One to see corruption. ഹല്ലേലൂയ. ഈസ്റ്ററായിട്ട് ലോകം മുഴുവനും ആരാധിക്കുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം കടന്നു വരുമ്പോൾ ഇവിടെ ദാവീദ് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ ഹല്ലേലൂയ മരിച്ചിട്ട് അടക്കപ്പെട്ടിട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുവാനിടയായി തീർന്നു എന്ന്. Here King David prophetically describes the death and resurrection of Jesus Christ when he was buried on the first day and resurrected on the third ഇവിടെ one. എഴുതിയിരിക്കുന്നത്, നീ എൻ്റെ പ്രാണനെ പാതാളത്തിലേക്ക് വിടുകയില്ല, അടുത്തത് എൻ്റെ പരിശുദ്ധന് ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല എന്ന്. Here we read, for you will not leave my soul in Sheol, nor will you allow your Holy One to see corruption. ദൈവിക വാഗ്ദത്തം അനേക നൂറ്റാണ്ട് മുൻപ് എന്നോട് നിങ്ങളോട് അറിയിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് സമയമാകുമ്പോൾ ദൈവം അത് നിറവേറ്റുവാനിടയായി തീരും. If the Lord has given you a promise, even if it was centuries ago, at the appointed time the Lord will bring it to fruition. ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ശവക്കോട്ടയിൽ കൊണ്ട് അടക്കും. ചില ദിവസത്തിൽ കഴിയുമ്പോൾ ആ ബോഡി മണ്ണോട് മണ്ണായി തീരുവാനിടയായി തീരും. When a person dies, he's usually buried in a grave, and after a few days it will turn into dust and join with the dust around it. യേശു ജനിക്കുന്നതിന്റെ അനേക വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ദാവീദ് എഴുതിയിരിക്കുകയാണ്, തന്റെ അവിടെ എങ്ങനെ എഴുതിയിരിക്കും, തന്റെ പരിശുദ്ധന് ദ്രവത്വം കാണുവാൻ അവ സമ്മതിക്കത്തില്ല എന്ന്. Here we see King David prophesying many years before the birth of Christ that he will not allow Jesus to see corruption. നമ്മുടെ യേശു പരിശുദ്ധാത്മാവിനാൽ ജനിച്ചത് മുഖാന്തരം, ഹല്ലേലൂയ, ഈ മണ്ണിന് ഒതുക്കി വെക്കുവാൻ കഴിഞ്ഞില്ല. 3-ാം ദിവസം കടലുകളെ ഭേദിച്ചുകൊണ്ട് പിതാവിന്റെ വലത്തുഭാഗത്തേക്ക് കടന്നു പോകുവാനിടയായി തീർന്നു നമ്മുടെ യേശു കർത്താവ്. As Jesus was born of the Holy Spirit, the grave and the tomb could not contain him, but rather he was resurrected and taken up into the heavens. അല്പനേരം നമ്മൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധൻ എന്നുള്ള വിഷയത്തെ പറ്റിയാണ്. Today we want to meditate on the topic of being holy. ലോകത്തിൽ നമ്മൾ നേരത്തെ വാക്യങ്ങൾ വായിച്ചതുപോലെ വിശുദ്ധന്മാർ അനവധി ആൾക്കാർ കാണും, എന്നാൽ പരിശുദ്ധൻ എന്ന് പറയുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മാത്രമേ ഉള്ളൂ. There are many people in this world who are described as being saints, but there is only one who is holy in this world. വിശുദ്ധൻ എന്ന വാക്കിന്റെ ഹല്ലേലൂയ എബ്രായ ഭാഷയിൽ കാദേശ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. The term holy is given as kadesh in the Hebrew language. അതിന്റെ അർത്ഥങ്ങൾ വരുന്നത് വിശുദ്ധൻ, വേർപെട്ടവൻ, ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടവൻ എന്നുള്ള വാക്കുകളാണ് കാണുവാനിടയായി തീരുന്നത്. It is often translated as holy or separated or separated to God. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഒരു പരിശുദ്ധനായ വ്യക്തിയാണെങ്കിൽ ഒന്നാം സംഭവിച്ചത് ദ്രവത്വം കാണുവാൻ ദൈവം സമ്മതിച്ചില്ല എന്ന് കാണുവാനിടയായി തീരുന്നു. Here we can see that the Lord did not allow his Holy One to see corruption. സങ്കീർത്തനം 78ന്റെ 41ാമത്തെ വാക്യം വായിക്കാം. Let's go to Psalm 78 verse 41 please. അവർ പിന്നെയും പിന്നെയും ദൈവത്തെ പരീക്ഷിച്ചു, ഇസ്രായേലിന്റെ പരിശുദ്ധനെ മുഷിപ്പിച്ചു. Yes, again and again they tempted God and limited the Holy One of Israel. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കളെ പറ്റി എഴുതിയിരിക്കുന്ന വാക്യങ്ങളാണ്. ഹല്ലേലൂയ. പലപ്പോഴും ദൈവത്തെ ഇസ്രായേൽ മക്കള് പരീക്ഷിക്കുവാൻ ഇടയായി തീർന്നു. അതുമാത്രമല്ല, ഇസ്രായേലിന്റെ ആരാണ് പരിശുദ്ധനെ എന്ത് ചെയ്തു, മുഷിപ്പിക്കുവാനും ഇടയായി തീർന്നു. Here we can see this psalm is describing the children of Israel and how they acted against God. They tempted God and they limited the Holy One of Israel. ഇസ്രായേൽ മക്കൾ ചെയ്തതുപോലെ നമ്മൾ ഒരിക്കലും നമ്മുടെ ക്രിസ്തീയ ജീവിതയാത്രയിൽ ചെയ്യുവാൻ ഇടയാകരുത്. ദൈവത്തെ പരീക്ഷിക്കരുത്. ഹല്ലേലൂയ. അതുമാത്രമല്ല, ദൈവത്തെ മുഷിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പാടില്ല. Here we must remember never to do what the Israelites did, which is to tempt God and to limit him. അടുത്ത വാക്കുകൾ വായിക്കുന്നത്, മിസ്രൈമിലെ അടയാളങ്ങളും സോവാർ ദേശത്ത് അത്ഭുതങ്ങളും അനേക കാര്യങ്ങൾ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ദൈവം ചെയ്തതാണ്. എന്നിട്ടും ഹല്ലേലൂയ, വെള്ളം കിട്ടാതിരിക്കുമ്പോഴും ആഹാരം ലഭിക്കാതിരിക്കുമ്പോഴും ദൈവത്തെ പിറുവിറുക്കുകയും മത്സരഗ്രഹമായി ഇസ്രായേൽ മക്കൾ തീരുവാനിടയായി തീർന്നു. In the next few verses we see, even though they had seen the signs and wonders that he had done in Egypt and Zoan, they still tempted him and disbelieved him and rebelled against him. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ചിന്ത ഉണ്ടായിരിക്കണം, പരിശുദ്ധനായ ദൈവത്തിനെ നമ്മൾ ഹല്ലേലൂയ സ്തോത്രം കടന്നു
കടന്നു വന്നിട്ട് ദൈവത്തോട് മറുതലിച്ച് നിൽക്കാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നുവെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരും. So when you come close to God, you must remember to stay close to Him and rather than tempt Him to follow what He says. സദൃശവാക്യം 9-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരാം. Let's go to Proverbs chapter 9 verse 10 please. യഹോവഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭവും പരിശുദ്ധനെക്കുറിച്ചുള്ള പരിജ്ഞാനം വിവേകവുമാകുന്നു. The fear of the Lord is the beginning of wisdom, and the knowledge of the Holy One is understanding. ജ്ഞാനിയായ ശലോമോന് ഹല്ലേലൂയ തന്റെ തൂലികയിൽ കൂടെ ഇപ്രകാരം എഴുതുവാനിടയായി തീർന്നു, യഹോവഭക്തി എന്താണ്? ജ്ഞാനത്തിന്റെ ആരംഭമെന്ന് കാണുവാനിടയായി തീർന്നു. Here King Solomon in all his wisdom penned these verses saying the fear of the Lord is the beginning of wisdom. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പഠിക്കുവാനും ജീസസ് എക്സാം ഒക്കെ കടന്നു വരികയാണല്ലോ. അതിന് മുൻപായി സ്റ്റഡി ചെയ്യുന്നതിന് മുൻപായി ദൈവത്തിന്റെ വചനം സദൃശവാക്യങ്ങളൊക്കെ എടുത്ത് വായിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് പഠിക്കുവാൻ തുടങ്ങുന്നുവെങ്കിൽ നിങ്ങളുടെ ബുദ്ധി മണ്ഡലങ്ങളെ ദൈവത്തിന്റെ ആത്മാവെന്നറിയാമോ ഹല്ലേലൂയ വികസിച്ച് തരുവാനും ഓർമ്മശക്തി നിലനിൽക്കുവാനും ഇടയായി തീരും. Many of our kids are about to face GCSE exams and other exams. So when you before you start studying, if you read from the scriptures for a while, then the Lord will give you His wisdom and give you the ability to memorize and retain that memory. നമ്മൾ ആരാധിക്കുകയും സ്തുതിക്കുന്ന ദൈവത്തെ ഒരിക്കലും തള്ളിക്കളയരുത്. ഹല്ലേലൂയ. ദൈവത്തിന് വഴി വിട്ടു പോകരുത്. ആ വഴിയിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ തലമുറയ്ക്കും അനുഗ്രഹത്തിന് കാരണമായി തീരും. We must be careful never to forsake the Lord who has blessed us, and then He will continue to bless us. ഹല്ലേലൂയ. ശലോമോൻ അടുത്ത വാക്യം പറയുന്നത് പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനം വിവേകം ആകുന്നുവെന്ന്. In the next line Solomon says, and the knowledge of the Holy One is understanding. നമ്മൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്ന ദൈവം ആരെന്ന് മനസ്സിലാക്കിയിട്ട് വേണം അവനെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും. When we praise and worship the Lord, we must do so with the understanding of who He is. നമ്മൾ ഈ ലോകപ്രകാരം ഒരു വ്യക്തിയെ കാണുമ്പോൾ ആ വ്യക്തി നമ്മുടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യുവാൻ കഴിവുള്ള വ്യക്തികളുടെ അടുത്തേക്കാണ് നമ്മൾ പലപ്പോഴും എത്താറുള്ളത്. Oftentimes when we approach a person for help, we approach someone who is capable of helping us. നമ്മുടെ ദൈവം ഒന്നാമത് മനസ്സിലാക്കേണ്ടത് അവൻ പരിശുദ്ധനായ കർത്താവാണ്. Firstly, we must realize that the Lord whom we worship is a holy one. വിശുദ്ധിയിൽ ഭയങ്കരനായ ദൈവമാണ്. He is awesome in His holiness. ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നു, ഹല്ലേലൂയ, ദൈവത്തിന്റെ കണ്ണിൽ സ്വർഗ്ഗം പോലും നിർമ്മലമെന്ന് ഹല്ലേലൂയ അല്ലെന്ന് കാണുവാനിടയായി തീരുന്നു. We can see from the scriptures that even the heavens are not pure in His eyes. ആ ദൈവത്തിന്റെ അടുക്കിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ വിശുദ്ധിയോടെ വേർപാടോടെ കടന്നു ചെന്നെങ്കിൽ മാത്രമേ ഹല്ലേലൂയ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളും നന്മകളും ലഭിക്കത്തുള്ളൂ. When you approach the Lord, you will only receive blessings if you approach with holiness and separation. ലോകപ്രകാരം അനേക ദൈവങ്ങളുണ്ട്. ആ ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആൾക്കാർ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഹല്ലേലൂയ അനേക കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ആ ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെല്ലുന്നത്. എന്നാൽ നമ്മൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ പുറമേയുള്ള കഴുകലോ വെടുപ്പോ അല്ല, അതിലുപരിയായി അത് വേണം. അതിലുപരിയായി ഹൃദയത്തിന്റെ ആഴങ്ങളിലുള്ള കഴിവിലോടെ വെടുപ്പിലോടെ അനുതാപത്തോടെ കരച്ചിലോടെ ദൈവത്തിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാൽ ആവശ്യങ്ങളെ നിറവേറ്റുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. When people approach the so-called earthly gods, they prepare themselves by having a good bath. But when we approach our Lord, we must prepare ourselves not with external preparations, but rather with an attitude of repentance and gratitude, and then come close to Him in holiness. നമ്മൾ ആരാധിക്കുകയും സ്തുതിക്കുകയും മുറുകെ പിടിച്ചിരിക്കുന്ന ആ ദൈവം ഒന്നാമത് ഹല്ലേലൂയ പരിശുദ്ധനായ കർത്താവാണ്. ആ ദൈവത്തെ അറിഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ വചനം വായിക്കുമ്പോഴാണ് കൂടുതലായി ദൈവത്തെ അറിയുവാൻ ഇടയായി തീരുന്നത്. എത്രത്തോളം വായിക്കുന്നുണ്ടോ എത്രത്തോളം അറിയുന്നുണ്ടോ അത്രത്തോളം ദൈവത്തിന്റെ അടുക്കിലേക്ക് നമ്മൾ എത്തിച്ചേരുവാനിടയായി തീരും. The Lord whom we worship is a holy God, and when we read from the scriptures and understand Him better, then the Lord will come close to us. നമ്മൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ദൈവത്തെ എങ്ങനെ ആരാധിക്കണം, എങ്ങനെ സ്തുതിക്കണം, എപ്പോഴാണ് അടുത്ത് ചെല്ലേണ്ടത്, ഹല്ലേലൂയ സ്തോത്രം, ഏത് ആവശ്യത്തോടാണ് അടുത്ത് ചെല്ലേണ്ടത്, ഈ വചനങ്ങൾ വായിക്കുമ്പോൾ ആ വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുവാനിടയായി തീരും. We must constantly think about how we must approach the Lord and how we must get close to Him. It is only through the scriptures that we can understand this, and then the Lord will come close to us. യെശയ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ വായിക്കാം. Let's go to Isaiah chapter 1 verses 3 and 4 please. കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയും അറിയുന്നു, ഇസ്രായേലോ അറിയുന്നില്ല, എൻ്റെ ജനം ഗ്രഹിക്കുന്നുമില്ല. അയ്യോ പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവൃത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ, അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. The ox knows his owner, and the donkey its master's crib. But Israel does not know, my people do not consider. Alas, sinful nation, a people laden with iniquity, a brood of evildoers, children who are corrupters. They have forsaken the Lord. They have provoked to anger the Holy One of Israel. They have turned away backward.
യെശയ്യാ പ്രവാചകൻ വർഷങ്ങൾക്ക് മുൻപ് ദൈവത്തിൻ്റെ ആത്മാവിനാൽ വിളിച്ചു പറയുകയാണ്, കാള തൻ്റെ ഉടയവനെ അറിയുന്നുണ്ട്, കഴുത എൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടി അറിയുന്നുണ്ട്. എന്നാൽ ഇസ്രായേലോ ദൈവത്തെ അറിയാതെ ദൈവത്തിൻ്റെ വഴി വിട്ട് സ്വന്തം വഴിയിലേക്ക് അവർ പോയിരിക്കുകയാണ്. Here we can see Isaiah describing prophetically the behavior of Israel, comparing them to an ox which knows its owner and the donkey its master's crib, but then saying that Israel does not know. അതിവേദനയോട് പ്രവാചകൻ അയ്യോ എന്ന് വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഈ ജാതി ഏത് ജാതിയാണെന്നറിയാമോ? പാപമുള്ള അകൃത്യമുള്ള ജാതിയാണ്. Here the prophet is painfully and with painful exclamation saying that this is a sinful nation and filled with iniquity. ദൈവത്തെ, വിശുദ്ധിയുള്ള ദൈവത്തെ ആരാധിക്കണമെങ്കിൽ നമ്മുടെ അകൃത്യങ്ങൾ, നമ്മുടെ പാപഭാരങ്ങൾ എല്ലാം വിട്ട് കളഞ്ഞിട്ട് യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചിട്ട് മാത്രമേ ഈ വിശുദ്ധനും ഭയങ്കരമായ ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു പോകാവൂ. If you want to approach the Holy One and the awesome God, then you must not approach with sin, but rather you must wash away all your sins and iniquities in the blood of Jesus, and only then should you approach the Lord. അടുത്ത വായിക്കുന്ന അകൃത്യഭാരം ചുമക്കുന്ന ജനമാണ്, ദുഷ്പ്രവൃത്തിക്കാരുടെ സന്തതിയാണ്, വഷളായി നടക്കുന്ന മക്കളാണ്, അവർ യഹോവയെ ഉപേക്ഷിച്ചിരിക്കുന്ന ജനമാണ്. The next lines we read, a people laden with iniquity, a brood of evildoers, children who are corrupters, they have forsaken the Lord. ഈ വചനത്തിൽ വായിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് പകൽ കാല ദൈവസ്ഥലിലേക്ക് അടുത്ത് വന്നിട്ട് ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് അതിൽ കടന്നിട്ട് മാത്രമേ ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കാവൂ. Today, if any of these things are in your life, make sure you forsake them completely before you come forward in prayer. വീണ്ടും പ്രവാചകൻ പറയുന്ന ഇസ്രായേലിലെ പരിശുദ്ധനെ നിരസിച്ചിട്ട് അവർ പുറകോട്ട് മാറിക്കളഞ്ഞു എന്ന്. Again the prophet says, they have provoked to anger the Holy One of Israel, they've turned away backward. നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, വേദനകളൊക്കെ കടന്നു വരുമ്പോൾ ഈ ദൈവത്തെ ഒരിക്കലും ഉപേക്ഷിച്ചിട്ട് നമ്മൾ പോകരുത്. ആ കഷ്ടതയിലും വേദനയിലും എന്നും നമ്മോട് കൂടെയിരിക്കുന്ന വാക്ക് പറഞ്ഞ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മാത്രമാണ്. When you face trials and tribulations in life, make sure that you do not forsake the Lord, because there is only one God who has promised never to leave us or to forsake us, and that is our Lord. പലപ്പോഴും നമ്മുടെ മാതാപിതാക്കൾ, ബന്ധക്കാർ, ചാർച്ചക്കാർ, ഭാര്യ ഭർത്താക്കന്മാർ പലരും നമ്മൾ ഉപേക്ഷിച്ചിട്ട് പോയേക്കാം. എന്നാൽ എല്ലാ നാളും നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞത് യേശു കർത്താവ് മാത്രമാണ്. Many a times your friends, your relatives, and even your spouses might forsake you, but there is only one person who has promised us that he will be with us no matter what, and that is our Lord Jesus Christ. ഇവിടെ നമ്മൾ വായിക്കുവാനിടയായി തീർന്നത് ഇസ്രായേലിലെ പരിശുദ്ധനെ അവർ നിരസിച്ചിട്ട് പുറകോട്ട് മാറിക്കളഞ്ഞു. അല്ലെങ്കിൽ അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ അംശമായ കാഠിന്യം അവർ അനുഭവിക്കേണ്ടി വന്നു. അനേക ജാതികൾ അവരെ ഭരിക്കുവാനിടയായി, അനേക വ്യക്തി ജീവിതങ്ങളെ ബന്ധനത്തിൽ പിടിച്ചുകൊണ്ട് പോകുവാനും ഇടയായി. Here we see Israel provoking to anger the Holy One of Israel and to turning away from him, and because of that the Lord brought trials and tribulations once again into their lives and made a foreign people rule over them. നമ്മുടെ ദൈവം ദീർഘക്ഷമയുള്ള ദൈവമായതുകൊണ്ട് അവരെ വീണ്ടും ചേർക്കുവാനിടയായി തീർന്നു. But yet because our Lord was long suffering and merciful, he still brought them closer to him one more time. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം വായിക്കാം. Let's go to Joshua chapter 24 verse 19 please. യോശുവ ജനത്തോട് പറഞ്ഞത്, നിങ്ങൾക്ക് യഹോവയെ സേവിപ്പാൻ കഴിയുന്നതല്ല. അവൻ പരിശുദ്ധ ദൈവം, അവൻ തീഷ്ണതയുള്ള ദൈവം, അവൻ തങ്ങളുടെ അതിക്രമങ്ങളെയും പാപങ്ങളെയും ക്ഷമിക്കയില്ല. But Joshua said to the people, you cannot serve the Lord, for he is a holy God. He is a jealous God. He will not forgive your transgressions nor your sins. നമ്മൾ നേരത്തെ വായിച്ചതുപോലെ പലപ്പോഴും ജനം ദൈവത്തോട് പാപം ചെയ്ത് ദൈവത്തിൻ്റെ വഴി വിട്ടു പോകുമ്പോൾ ഇവിടെ യോശുവ പറയുകയാണ്, നമ്മുടെ ദൈവം എങ്ങനെയുള്ള ദൈവമാണ്, അവൻ പരിശുദ്ധനായ ദൈവം എന്ന് കാണുവാനിടയായി തീർന്നു. Oftentimes the children of Israel rejected God and sinned against him, but Joshua says here he is a holy God. രണ്ടാമത് ദൈവത്തിൻ്റെ പ്രത്യേകത എഴുതിയിരിക്കുന്നത് അവൻ തീഷ്ണതയുള്ള ദൈവമാണ്. Secondly, our God is described as being a jealous God. അത് ഒരിക്കലും നമ്മുടെ ദൈവം ക്ഷീണിച്ചു പോകുന്നില്ല, തളർന്നു പോകുന്നില്ല, ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകതയാണ്. He does not get exhausted. He does not sleep or slumber. He does not leave attention to wanting. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ ചെയ്ത അനേക പാപങ്ങൾ ദൈവത്തിന് ക്ഷമിക്കുവാൻ കഴിയാത്ത അനേക പാപങ്ങൾ ദൈവം ചെയ്യുവാനിടയായി തീർന്നു. Many a times the children of Israel did many unforgivable sins against the Lord. അതിന് തക്കവണ്ണമാണ് അവരോട് ചോദിക്കുവാനും ഇടയായി തീർന്നത്. And that is why the Lord brought all of that into judgment according to their sins. എന്നാൽ പുതുനിയമത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഏത് പാപം ചെയ്താലും ഏത് തെറ്റ് ചെയ്താലും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെന്നിട്ട് ആ ക്രൂശിൻ്റെ ചൂട്ടിൽ നിന്നിട്ട് അപ്പാ എൻ്റെ പാപത്തെ എന്നോട് ക്ഷമിക്കണമേ, ഹൃദയത്തിൽ ഇനി ഞാൻ ചെയ്യത്തില്ലെന്ന് ഏറ്റു പറയുന്നുവെങ്കിൽ ആ പാവത്തെ ക്ഷമിക്കുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണുവാനിടയായി തീരും. But when we come into the New Testament, no matter how grievous your sin is, if you come close to the Lord in repentance and ask the Lord,
forgive my sins, I will not repeat this, then the Lord is capable of forgiving your sin. 1 ശമൂവേൽ 2-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. Let's go to 1 Samuel chapter 2 verse 2 please. യഹോവയെപ്പോലെ പരിശുദ്ധനില്ല, നീയല്ലാതെ ഒരുത്തനുമില്ലല്ലോ, നമ്മുടെ ദൈവത്തെപ്പോലെ ഒരു പാറയുമില്ല. No one is holy like the Lord, for there is none besides you, nor is there any rock like our God. ഒന്നുകൂടെ ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് നമ്മുടെ ദൈവം ആരാണ്? പരിശുദ്ധനാണ്. ആ ദൈവത്തെ പോലെ ഒരു ദൈവവും ഈ ലോകത്തിലില്ല എന്ന്. Here we see once again that no one is holy like the Lord, and there is none in this world besides you, besides the Lord who is capable of doing that. അത് മാത്രമല്ല, നമ്മുടെ ദൈവം ഉറച്ചിരിക്കുന്ന പാറയാണ്, കുലുക്കം വരുന്നവനല്ല. ഈ ലോകത്തിലെ ദൈവങ്ങൾക്ക് പെയിന്റ് അടിക്കണം, കളറ് പോകും. ഹല്ലേലൂയ. മഴ വന്നു കഴിയുമ്പോൾ, വെയിൽ വന്നു കഴിയുമ്പോൾ അതിന് മുകളിൽ അതിൽ ഷെൽട്ടറൊക്കെ വെക്കുന്നത് കാണുവാനിടയായി തീരും. നമ്മുടെ ദൈവം അപ്രകാരമുള്ള ദൈവമല്ല. നൂറ്റാണ്ടുകളോ വർഷങ്ങളോ ഒക്കെ മാറിപ്പോയാലും മാറ്റമില്ലാതെ ഉറച്ചു നിൽക്കുന്ന പാറ പോലെ നിൽക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. Our God is a God who stands firm as if it is a rock, and he does not suffer any problems when the conditions change. He does not need to be protected from the elements. He does not need to be protected from any other weather conditions. 1 ശമൂവേൽ 6-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം വായിക്കാം. Let's go to 1 Samuel chapter 6 verse 20 please. ഈ പരിശുദ്ധ ദൈവമായ യഹോവയുടെ മുമ്പാകെ നിൽപ്പാൻ ആർക്ക് കഴിയും? അവൻ തങ്ങളെ വിട്ട് ആരുടെ അടുക്കൽ പോകുമെന്ന് ബേത് ശെമെശർ പറഞ്ഞു. And the men of Beth Shemesh said, who is able to stand before this holy Lord God, and to whom shall it go up from us? പ്രൈസ് ദി ലോർഡ്. ഈ ദൈവത്തെ വിട്ട് നമുക്ക് എങ്ങും പോകുവാൻ പറ്റത്തില്ല. നമ്മുടെ ദൈവം എങ്ങനെയെന്നറിയാമോ? പരിശുദ്ധനായ ദൈവമാണ്. അവൻ്റെ മുൻപാകെ നിൽക്കുന്നത് വിശുദ്ധിയോട് വേർപോടോടെ വേണം നിൽക്കുവാൻ. Our God is a holy God, so when you stand before him, you need to stand with holiness and separation. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പെട്ടകം പല ഭവനങ്ങളിൽ ഇരുന്നപ്പോൾ അനുഗ്രഹമായിരുന്നു. അത് വിശുദ്ധന്മാർ തോളിലെടുത്തുകൊണ്ട് പോകേണ്ടതാണ്. എന്നാൽ അതിനെന്നറിയാമോ? കാളവണ്ടിയിൽ അതിനെ കൊണ്ടുപോകുവാനിടയായി തീർന്നു. കാള വരണ്ടപ്പോൾ ഉസിയ അതെ തൊട്ടപ്പോൾ ഛേദിക്കപ്പെടുവാനിടയായി തീർന്നു. Here we see that the Ark of the Covenant was kept in the homes of many Israelites, and it became a cause of blessing to wherever it was kept. But when it was transported on a cart rather than as per on the shoulders of priests, then judgment came upon Uzzah as it began to fall from the cart. പരിശുദ്ധനായ ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നത്, ഹല്ലേലൂയ സ്തോത്രം, നമ്മൾ വിശുദ്ധിയോടെ കടന്നു വേണം അവനെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ. ഇല്ല എങ്കിൽ അനുഗ്രഹത്തിന് പകരം ശാപം ലഭിക്കുവാനിടയായി തീരും. Just like that, when you approach the Lord to praise and worship him, you should come with holiness and separation. If you do not, then rather than a blessing, you will be given a curse by the Lord. നമ്മുടെ ദൈവം എവിടെ വസിക്കുന്നത് നോക്കാം. 22-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം നോക്കാം. Let's see where our Lord lives. Let's go to Psalms chapter 22 verse 3. ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ നീ പരിശുദ്ധനാകുന്നുവല്ലോ. But you are holy, enthroned in the praises of Israel. നമ്മുടെ ദൈവം വസിക്കുന്നത് എവിടെന്നറിയാമോ? എല്ലാവരും ഒന്ന് പറഞ്ഞേ. നമ്മുടെ ദൈവം സ്തുതികളിൽ മേലാണ് വസിക്കുന്നത്. പൽക്കാലം നമ്മൾ കടന്നു വന്നത് മൗനമായിരിക്കുവാനല്ല. ദൈവം വസിക്കുന്നത് എവിടെയാണ്? സ്തുതികളിൽ മേല്. ഹല്ലേലൂയ. നമ്മൾ സ്തുതിക്കുമ്പോൾ ജീവനുള്ള നമ്മൾ ഓരോരുത്തരും വാ തുറന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ അതിനുമേൽ ദൈവം വസിക്കുവാനിടയായി തീരും. Here we can see that our Lord is holy and he is enthroned in the praise of Israel. Just like that, when we praise and worship him, he is enthroned in our praise. ദൈവത്തിന് വസിക്കുവാന് പുൽക്കൂടോ അല്ലെങ്കിൽ പള്ളിയോ ചർച്ചോ ഒന്നും നമ്മൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നമ്മളായിരിക്കുന്ന സ്ഥലത്ത് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ ദൈവം വസിക്കുവാനിടയായി തീരും. You do not need to build a crib or a temple or a church for the Lord to live in, but rather he is enthroned in your praise. ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നു, 2-3 പേർ എൻ്റെ നാമത്തിൽ കടന്നു വന്നാൽ അവരുടെ മധ്യത്തിൽ ഞാൻ കടന്നു വരുമെന്ന് പറയുവാനിടയായി തീർന്നു. We read from the scriptures, when 2 or 3 are gathered in my name, I am in their midst. സങ്കീർത്തനം 99:5 നോക്കാം. Let's go to Psalm 99 verse 5 please. നമ്മുടെ ദൈവമായ യഹോവയെ പുകഴ്ത്തുവിൻ, അവൻ്റെ പാദപീഠത്തിങ്കൽ നമസ്കരിപ്പിൻ, അവൻ പരിശുദ്ധനാകുന്നു. Exalt the Lord our God and worship at his footstool. He is holy. ദൈവസ്ഥലിലേക്ക് കടന്നു വരുമ്പോഴോ നാം ദൈവത്തെ പുകഴ്ത്തുവാൻ, അതാണ് നമ്മൾ പാട്ട് പാടി ദൈവത്തെ ആരാധിച്ചത്. അടുത്തത് കാണുന്നത്, ആ ദൈവസ്ഥലിൽ കടന്നു വരുമ്പോൾ അവൻ്റെ പാദപീഠത്തിൽ എന്ത് ചെയ്യണം? നമസ്കരിക്കുവാൻ, ആരാധിക്കുവാൻ ഇടയായി തീരണം. ഹല്ലേലൂയ. യേശുവിനെ കുഞ്ഞായിരിക്കുമ്പോൾ ആട്ടിടയന്മാർ കടന്നു വന്നിരുന്നറിയാമോ? പൊന്ന് മൂര് കുന്തിരികം കൊണ്ടുവന്ന് അവൻ്റെ പാദപീഠത്തിൽ വെച്ച് അവനെ നമസ്കരിക്കുവാൻ ഇടയായി തീർന്നു. When you approach the Lord, you must worship him, and just as the baby Jesus was worshipped by the shepherds, you must come
come with yourselves as your greatest gift, just as the wise men brought gold, myrrh, and frankincense and worshiped the Lord. പ്രതിമകാലത്ത് ദൈവത്തിന് എന്തെങ്കിലും നമുക്ക് കൊടുക്കുവാനുണ്ടെങ്കിൽ സ്തുതി സ്തോത്രങ്ങൾ മാത്രമേ ഉള്ളൂ. But today, if you have any gifts to give the Lord, it is only your praise. യെശയ്യാവിന്റെ പുസ്തകം 57-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം നോക്കാം. Let's go to Isaiah chapter 57, verse 15, please. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധൻ എന്ന നാമമുള്ളതുമായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിലും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിലും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയമുള്ളവരോടുകൂടെയും വസിക്കുന്നു. For thus says the high and lofty one, who inhabits eternity, whose name is holy. I dwell in the high and holy place with him who has a contrite and humble spirit, to revive the spirit of the humble and to revive the heart of the contrite ones. അവസാനമായി നമുക്ക് നോക്കാം നമ്മുടെ ദൈവം എവിടെയാണ് വസിക്കുന്നത്, ആരുടെ ഇടയിലാണ് വസിക്കുന്നത് എന്നാണ് നമുക്ക് നോക്കുന്നത്. So let us examine where our Lord lives and with whom he inhabits. നമ്മുടെ ദൈവത്തെ പറ്റി പറയുന്നത് അവന് ഉയർന്നിരിക്കുന്നവനാണ്, ഉന്നതനാണ്, ശാശ്വതവാസിയാണ്, അവൻ പരിശുദ്ധനാണ്, അവൻ്റെ നാമം ഉയർന്നിരിക്കുന്നതാണ്. Here the Lord is described as the high and lofty one who inhabits eternity, and his name is holy. അവനെവിടെയാണ് വസിക്കുന്നത്? താഴ്മയുള്ളവരുടെ മനസ്സിൽ. അത് മാത്രമല്ല, മനസ്താപമുള്ളവരുടെ ഹൃദയങ്ങളിലും അവൻ വസിക്കുന്നു. Who does he dwell with? He dwells with people who has a contrite and a humble spirit. ഇന്ന് പൽക്കാലം ഞായറാഴ്ച ആരാധന കടന്നു വന്നപ്പോൾ ഈസ്റ്റർ ദിവസത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ എനിക്ക് ഓർപ്പിക്കാനുള്ളത്, എത്രയും ദൈവത്തിൽ താഴാമോ അത്രത്തോളം ദൈവം നമ്മളെ ഉയർത്തുവാനും മാനിപ്പാനും ഇടയായിത്തീരും. Today, this Easter day, I want to remind you that when you approach the Lord with the spirit of humility, he will raise you up as much as you are humble. മനസ്താപമുള്ള ഹൃദയത്തിൽ എന്തിനുവെന്നറിയാമോ? ചൈതന്യം വരുത്തുവാന്, ഒരു ഹല്ലേലൂയ, ആ സങ്കടങ്ങൾ പ്രയാസങ്ങളൊക്കെ മാറി ദൈവത്തിൽ സന്തോഷിക്കുവാന് ദൈവം അതിൽ താഴ്മയുണ്ടെങ്കിൽ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാനിടയായിത്തീരും. Today, if you have come to the Lord with the contrite and humble spirit, then he will revive you and he will revive your heart. ഹല്ലേലൂയ. ജോസഫിന് ചൈതന്യം വരുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പൽക്കാലം ഒരു ചൈതന്യം വരുവാനിടയായി തീരണം. ഹല്ലേലൂയ. ഒരു രൂപാന്തരം വരുവാൻ ഇന്നത്തെ ആരാധനയിൽ കടന്നു വന്നിട്ട് വെറുതെ വന്നിട്ട് പോയതുപോലെയല്ല. ഹല്ലേലൂയ. ദൈവസ്ഥലിലേക്ക് കടന്നു വരുമ്പോൾ ചൈതന്യം പ്രാപിച്ച ഒരു ഹൃദയത്തോടെ താഴ്മയുണ്ടെങ്കിൽ ദൈവം നൽകുവാനിടയായി തീരും. When Jacob heard the news of Joseph being alive, his soul revived. Just like that, if you come with a contrite and humble spirit before the Lord, then the Lord will revive you. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വായിച്ച സംഘത്തിലേക്ക് കടന്നു വരാം. നീ എൻ്റെ പ്രാണനെ പാതാളത്തിലേക്ക് വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാന് സമ്മതിക്കുകയുമില്ല. Let's come back to the psalm that we've just read. For you will not leave my soul in Sheol, nor will you allow your Holy One to see corruption. നമ്മുടെ ദൈവത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്, അവൻ ഉയർന്നിരിക്കുന്നവനാണ്, ഉന്നതനാണ്, ശാശ്വതവാസിയാണ്, അവൻ താഴ്മയുടെ ഹൃദയങ്ങളിൽ വസിക്കുന്ന ദൈവവുമാണ്. It is a specialty of our Lord God that even though he is a high and lofty one, he still considers those who have a contrite and humble heart. ഇവിടെ നമ്മൾ കാണുവാനിടയായി തീർന്നത് പരിശുദ്ധന് ദ്രവത്വം കാണുവാന് ദൈവം സമ്മതിച്ചില്ല. And he will not allow his Holy One to see corruption. ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയുടെ അടുത്ത് എഴുതിയിരിക്കുന്നത് 11-ാമത്തെ വാക്യം, ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. In the next line we read, verse 11, you will show me the path of life. ഇന്ന് പൽക്കാലം ഏത് വഴിയിൽ കൂടെ കടന്നു പോകണമെന്ന് ചോദിച്ചിഹ്നമായി ആരെങ്കിലും ജീവിതത്തിൻ്റെ യാത്രയിൽ നിൽക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു, ജീവനുള്ള ഒരു വഴിയുണ്ട്. ഹല്ലേലൂയ. രാത്രിയുടെ ആ മാരമ്പങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ നിങ്ങൾക്ക് കാണിച്ചു തരുവാനിടയായി തീരും ആ പോകേണ്ട വഴി. If anyone listening to me is in a fork of life and not able to understand where to go, then if you will pray to the Lord, he will show you the path of life. ലോകത്തിൽ എവിടെ പോയാൽ ലഭിക്കാത്തൊരു കാര്യമാണ് അടുത്ത വാക്ക് എഴുതിയിരിക്കുന്നത്, നിന്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ എന്തുകൊണ്ട് പൂർണ്ണതയല്ല, പരിപൂർണത, അതിൻ്റെ അവസാനം കാണുവാനിടയായി തീരും. And the next line we read that in your presence is fullness of joy, which is something that you will not get in any other place in this world. ലോകത്തിൽ എവിടെ പോയാലും ലഭിക്കാത്ത സന്തോഷവും സമാധാനവും ദൈവസ്ഥലിൽ നമുക്ക് ലഭിക്കുവാനിടയായി തീരും. What you will not get anywhere else, peace and rest, you will find at the presence of God. സകല ബുദ്ധിയെ കവിയുന്നതാണ് ദൈവത്തിന്റെ സമാധാനവും സന്തോഷവും എന്ന് പറയുന്നത്. The Lord's peace is a peace that surpasses all understanding. അത് മനുഷ്യൻ ഒരിക്കലും തരുവാൻ പറ്റത്തില്ല, വില കൊടുത്ത് വാങ്ങിക്കുവാൻ പറ്റത്തില്ല. ആ ദൈവസ്ഥലിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ ഹൃദയവും ദൈവവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ദൈവം നമുക്ക് നൽകുന്നതാണ് നിലനിൽക്കുന്ന സമാധാനവും സന്തോഷവും. You cannot get this anywhere else, no matter how much price you might pay. You are not able to get this from any other human being, but rather it is something that is provided
rewarded only by the Lord. വീണ്ടും സങ്കീർത്തനക്കാരൻ എഴുതിയിരിക്കുന്നു, നിന്റെ വലത്ത് ഭാഗത്ത് എന്നും പ്രമോദമുണ്ട്. Again the psalmist says, at your right hand are pleasures forevermore. ഒന്നോ രണ്ടോ ദിവസം മാത്രമല്ല, എന്ന് നമ്മൾ ദൈവത്തോടൊപ്പമായിരിക്കുന്നു. ആ സമയം മുഴുവനും അതിനുശേഷം നിത്യതയിലും ആ പ്രമോദത്തിൽ നടത്തുവാൻ വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മുടെ വാഗ്ദത്തം നൽകിയിരിക്കുകയാണ്. ആ ദൈവത്തെ മുറുകെ പിടിക്കാം. ഈ വചനങ്ങൾ ആദ്യമായി കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. The psalmist reminds us that the pleasures of the Lord do not last for 1 or 2 days, but rather it remains forever and again into eternity. May the Lord bless us by these words. Amen. Praise the Lord. God bless you.